നമസ്കാരം, ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ ദിവാകരൻ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം, ജാമ്യോപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി. വീണ്ടും SIT-യിൽ വൈദ്യുതി മുടക്കം, ഡയാലിസിസ് ചികിത്സയ്ക്കിടെയാണ് വൈദ്യുതി നിലച്ചത്. 56 വർഷം മുമ്പ് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. സൈനിക വിമാനം തകർന്നത് മഞ്ഞുമലയിൽ. 3 രാജ്യങ്ങളിൽ ആക്രമണവുമായി ഇസ്രയേൽ. ലെബനാനിൽ ജനവാസ മേഖലകളിലും ആക്രമണം വ്യാപിച്ചു. വയോജന ദിനം ആചരിച്ച് ICJ. ഫ്രാൻസ് ഫുട്ബോൾ താരം ആന്റോയിൻ ഗ്രീസ്മാൻ വിരമിച്ചു. വനിതാ 2020 ലോകകപ്പിന് ഇനി 2 ദിവസം കൂടി. കാലവർഷം അവസാനിച്ചു. സംസ്ഥാനത്ത് 13% മഴക്കുറവ്. വാർത്തകൾ വിശദമായി. സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം, ജാമ്യോപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി. പീഡനക്കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടണമെന്നും ജാമ്യോപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ വാദം കേൾക്കുന്ന അടുത്ത 2 തീയതി വരെയാണ് നിർദ്ദേശങ്ങൾ ബാധകമെന്ന് ജസ്റ്റിസുമാരായ ഭാലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. ഒക്ടോബർ 22-ന് ഹർജി വീണ്ടും പരിഗണിക്കും. വീണ്ടും SIT-യിൽ വൈദ്യുതി മുടക്കം, ഡയാലിസിസ് ചികിത്സയ്ക്കിടെയാണ് വൈദ്യുതി നിലച്ചത്. 3 മണിക്കൂർ ഇരുട്ടിലായതിന്റെ ഭീതി ഒഴിയും മുമ്പ് SIT ആശുപത്രിയിൽ വീണ്ടും ഗുരുതര വീഴ്ച. ഡയാലിസിസും പ്ലാസ്മ മാറ്റിവെക്കലും നടക്കുന്നതിനിടെയാണ് വൈദ്യുതി നിലച്ചത്. ഇൻസ്പെക്ടറേറ്റ്, KSEB, DME എന്നിവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ജനറേറ്റർ സംവിധാനത്തിന്റെ അഭാവമാണ് വീഴ്ചയ്ക്ക് കാരണമെന്നും വിലയിരുത്തി. 56 വർഷം മുമ്പ് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. സൈനിക വിമാനം തകർന്നത് മഞ്ഞുമലയിൽ. 56 വർഷം മുമ്പ് സൈനിക വിമാനം തകർന്ന് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 1968 ഫെബ്രുവരി 102 പേരുമായി ചണ്ഡീഗഡിൽ നിന്നും ലേയിലേക്ക് പോയ വിമാനമാണ് തകർന്നത്. ഇലന്തൂർ ഒഡാലിൽ OM തോമസിന്റെയും ഏലിയമ്മയുടെയും മകൻ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് ലേ ലഡാക്കിൽ കണ്ടെത്തിയത്. 3 രാജ്യങ്ങളിൽ ആക്രമണവുമായി ഇസ്രയേൽ. ലെബനിൽ ജനവാസ മേഖലകളിലും ആക്രമണം വ്യാപിച്ചു. ഒറ്റനാളിൽ 3 രാജ്യങ്ങളിൽ വ്യോമസേന ആക്രമണവുമായി പശ്ചിമ ഏഷ്യയിൽ ഇസ്രയേൽ. ഗാസയ്ക്ക് പുറമെ ലെബനാനിലും യമനിലും വ്യാപക ബോംബിംഗ് ആണ് തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയത്. ഗാസയിൽ നിരവധി കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾ, മാധ്യമപ്രവർത്തക വഫ ഉദയനടക്കം 12 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വയോജന ദിനം ആചരിച്ച് ICJ. അസിസ്റ്റന്റ് പ്രൊഫസർ പ്രിയങ്ക പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ ചേർന്ന വയോജന ദിന യോഗത്തിൽ ICJ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 2ാം വർഷ വിദ്യാർത്ഥിനി കെസിയ ബേബിയും 1ാം വർഷ വിദ്യാർത്ഥിനി തസ്നിയയും വയോജന ദിന സന്ദേശം നൽകി. ICJ വിദ്യാർത്ഥികളും അധ്യാപകരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ICJ ന്യൂസ്, കോട്ടയം. കായിക വാർത്തകൾ. ഫ്രാൻസ് ഫുട്ബോൾ താരം ആന്റോയിൻ ഗ്രീസ്മാൻ വിരമിച്ചു. ഫ്രാൻസിന് 2ാം ലോകകപ്പ് ഫുട്ബോൾ കിരീടം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം ആന്റോയിൻ ഗ്രീസ്മാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫ്രാൻസിനായി 137 മത്സരങ്ങൾ കളിച്ചു. ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്ത് ഗ്രീസ്മാൻ ഉണ്ട്. 44 ഗോളുകളും നേടി. ക്ലബ് ഫുട്ബോളിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായി കളിക്കുമ്പോഴാണ് ആന്റോണിയോ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. വനിതാ 2020 ലോകകപ്പിന് ഇനി 2 ദിവസം കൂടി. 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇനി 2 നാളുകളാണുള്ളത്. UAE വേദിയാകുന്ന വനിതാ ലോകകപ്പിന് വ്യാഴാഴ്ച ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കം. ബംഗ്ലാദേശിലാണ് ടൂർണമെന്റ് നടത്താൻ നിശ്ചയിച്ചിരുന്നതെങ്കിലും രാജ്യത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയെ തുടർന്ന് ICC വേദിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ മത്സരം 4-ന് ന്യൂസിലാൻഡിനെതിരെയാണ്. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം 6-നാണ്. 2 മത്സരങ്ങളും ദുബായിൽ അരങ്ങേറും. 10 ടീമുകളാണ് ടൂർണമെന്റിലുള്ളത്. 2 ഗ്രൂപ്പുകളായാണ് ടീമുകളെ തിരിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെസ്റ്റ് ഇൻഡീസ്. പ്രധാന ടൂർണമെന്റിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരങ്ങൾ ഇന്ന് സമാപിക്കും. അർച്ചന, ICJ ന്യൂസ്. നോക്കാം കാലാവസ്ഥാ വാർത്തകൾ. കാലവർഷം അവസാനിച്ചു. സംസ്ഥാനത്ത് 13% മഴക്കുറവ്. സംസ്ഥാനത്ത് കാലവർഷം അവസാനിച്ചുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മിക്ക ജില്ലകളിലും ശരാശരി അടുത്ത് മഴ ലഭിച്ചുവെന്നും തെക്കുപടിഞ്ഞാറൻ കാലവർഷം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 13% മഴക്കുറവ് രേഖപ്പെടുത്തിയതും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇക്കുറി കാലവർഷമെത്തിയപ്പോൾ തിരുവനന്തപുരത്തും കണ്ണൂരിലും മാത്രമാണ് അധിക മഴ രേഖപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സിദ്ദിഖിന് ഇടക്കാല സംരക്ഷണം, ജാമ്യോപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി. വീണ്ടും SIT-യിൽ വൈദ്യുതി മുടക്കം. ഡയാലിസിസ് ചികിത്സയ്ക്കിടെയാണ് വൈദ്യുതി നിലച്ചത്. 56 വർഷം മുമ്പ് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി. സൈനിക വിമാനം തകർന്നത് മഞ്ഞുമലയിൽ. 3 രാജ്യങ്ങളിൽ ആക്രമണവുമായി ഇസ്രയേൽ. ലബനാനിൽ ജനവാസ മേഖലകളിലും ആക്രമണം വ്യാപിച്ചു. ഫ്രാൻസ് ഫുട്ബോൾ താരം ആന്റോയിൻ ഗ്രീസ്മാൻ വിരമിച്ചു. വനിതാ 2020 ലോകകപ്പിന് ഇനി 2 ദിവസം കൂടി. കാലവർഷം അവസാനിച്ചു. സംസ്ഥാനത്ത് 13% മഴക്കുറവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.